സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് മുന്നറിയിപ്പ്. നാളെ 5 ജില്ലകളിലും മറ്റന്നാൾ 3 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 2 മരണവുമുണ്ടായി. കൊടുങ്ങല്ലൂരിൽ മരം വീണ സ്കൂട്ടർ യാത്രികനും കോഴിക്കോട് ആംബുലൻസ് തെന്നിമറിഞ്ഞ് വയോധികയുമാണ് മരിച്ചത്. ഷെഫീദ് റാവുത്തർ സമഗ്ര വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷെഫീദ്, കാലവർഷം എത്തിയിട്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ അപകടങ്ങൾ, മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളും റെഡ് അലേർട്ട് എന്ന് പറയുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ, കാലവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ അതിതീവ്ര മഴയിലേക്ക് സംസ്ഥാനം പോകുന്നു എന്നുള്ളതാണോ? ഉറപ്പായിട്ടും 4 ദിവസം താമസിച്ചാണ് സംസ്ഥാനത്ത് കാലവർഷം എത്തിയതെങ്കിലും ശക്തമായ മഴ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്നത്. അതിൽ തന്നെ സംസ്ഥാനത്ത് ഈ സീസണിലെ ആദ്യത്തെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെയും മറ്റന്നാളുമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. ഈ സീസൺ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, തൃശൂർ, എറണാകുളം, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മഞ്ഞ അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേരത്തെ മുൻപ് ഈ കാലാവസ്ഥാ നിരീക്ഷണം പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ പതിവിലും വ്യത്യസ്തമായ രീതിയിൽ മഴ ലഭിക്കും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. ഒന്ന് ഇടപെടുന്നു ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.